മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നൊരു സമയമാണ്. ഈ മഞ്ഞപ്പിത്തം പിടിവരുന്നത് വെള്ളത്തിലൂടെ മാത്രം എന്നാണ് പറയുന്നത്. വെള്ളത്തിലൂടെയാണ് കാര്യമായിട്ട് മഞ്ഞപ്പിത്തം പിടിവരുന്നത്. പക്ഷേ ഈ നമ്മുടെ കക്കൂസ് ടാങ്കും കിണറും തമ്മിൽ ഒരുവിധം 80% കിണറും കക്കൂസും അടുത്തടുത്താണ്. അതുകൊണ്ട് ഇത് വരാൻ ഏറെ സാധ്യതയുണ്ട്. അതുകൂടാതെ ഈച്ച ഭക്ഷണമൊക്കെ എങ്ങനെയാണ് തുറന്നിടുകയായിരുന്നു. ഇപ്പോൾ വീടുകളിൽ ഒരു വിരുന്നാർ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ സമയമൊക്കെ ഈ പലഹാരം തുറന്നിടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി അതെല്ലാം അടയ്ക്കുകയാണെങ്കിലോ ഒരു മൂടി വെറുതെ മുകളിൽ വെക്കും, നടുക്ക് നല്ല ഗ്യാപ്പായിരിക്കും. ആ ഗ്യാപ്പ് കൂടെ അയച്ച് വന്നിരിക്കും, മറ്റു പ്രാണികളൊക്കെ വന്നിരിക്കും. അപ്പോൾ നല്ലൊരു ശ്രദ്ധയില്ലായ്മ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ടാങ്കുകൾ വർഷത്തിൽ കഴുകാത്ത വീടുകളുണ്ട്. ജനയാസൂത്രണ അതുപോലുള്ള പൊതുജന കിണറുകളൊക്കെ തന്നെ ടാങ്കും വർഷത്തിൽ കഴുകുന്നേയില്ല. ഇതാരും പരിശോധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് ഹെൽത്ത് പോയിട്ട് പരിശോധിക്കണം. എല്ലാ ടാങ്കുകളും പൊതുജന ടാങ്കുകളും കിണറുകളും ഓരോ വർഷം കൂടുമ്പോൾ പോയിട്ട് ചെക്ക് ചെയ്യണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ചെയ്യുന്നില്ല. കമ്മിറ്റിക്കാർ തീരെ ശ്രദ്ധിക്കുന്നില്ല. വേറെ വിഷയം. നാട്ടുകാർക്കും അത് ഉപയോഗിക്കുന്നവരോ മീറ്റിംഗ് വിളിച്ചാൽ പോകാൻ വരെ മടിയായിരിക്കും. 100-150 വീട്ടുകാരുണ്ടാവും കുടിവെള്ളത്തിൽ. യോഗം വിളിച്ചാൽ 10-15 പേരെ വരുന്നു. അതും വലിയൊരു പ്രശ്നങ്ങളാണ്. പക്ഷേ എന്തൊക്കെയായിരുന്നാലും മനുഷ്യൻ്റെ ജീവനാണ്. ഭയങ്കരമായിട്ടുള്ള പകർച്ചവ്യാധിയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ADM-ന് ഒരു പരാതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് മെഡിക്കൽ ഓഫീസർക്ക് ഒരു പരാതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് ഒരു സ്പെഷ്യലായിട്ട് പഠിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. അതേപോലെ കൈകളിലൂടെ മഞ്ഞപ്പിത്തം പകരുമെന്നാണ് പറഞ്ഞത്. പുതിയൊരു അറിവായിരുന്നു. അത് കേട്ടിട്ട് കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കുന്ന കുറച്ച് ആളുകളെ കാണാൻ പറ്റി. കാരണം എന്താ വെച്ചാൽ മറ്റേ ഒരു ചായയും കടിയുണ്ടെന്ന് പറഞ്ഞാൽ വേഗം പോയി കണ്ട് കടിയെടുത്ത് തരില്ല. അപ്പോൾ കൈയിലൂടെ പകരും. കാരണം അവർ ഈ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ കഴുകിയിട്ട് സോപ്പിട്ട് കഴുകാത്ത ആളുകളിരിക്കും. അപ്പോൾ എന്താവും, ഈ അണുക്കളൊക്കെ കയ്യിലുണ്ട്. ആ കൈ രണ്ടും കൂട്ടി തിരുമ്പോൾ ആ കൈയിലിരിക്കാൻ ഭക്ഷണം അല്ല മറ്റൊരാൾക്ക് കൈ കൊടുക്കുന്നു. ആ കൈ കൊടുക്കുന്നതിലൂടെ പോലും മഞ്ഞപ്പിത്തം പകരുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ വീടുകളിൽ അമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോറ് വെച്ചിട്ട് ഊറ്റുന്ന സമയത്ത് നമ്മൾ പച്ചവെള്ളമല്ല അതിലേക്ക് വയ്ക്കുന്നത്. ഈ പച്ചവെള്ളം വെച്ച് കഴിഞ്ഞാൽ എന്താവും, മഞ്ഞപ്പിത്തം പകരും. ചൂടാക്കി തണുപ്പിച്ച വെള്ളം എടുത്തിട്ട് എത്ര അമ്മമാർ ചോറ് ഊറ്റുന്നുണ്ട്? ഇല്ല, വളരെ അപൂർവം മാത്രം. പക്ഷെ എൻ്റെ ഭാര്യനോട് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പച്ചവെള്ളം വരാറില്ല, ചൂടുവെള്ളം പറയാറില്ല. കാരണം തോനെ വെള്ളം വെച്ചിട്ട് അരി വേവിക്കും. ആ സമയത്ത് വേറെ വെള്ളം വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ചൂടുവെള്ളത്തിൽ വീട്ടുകാരായാലും മിക്ക ഹോട്ടലുകളിലും ചെയ്യുന്ന എന്താ, ഹോട്ടലുകാരൊക്കെ ചെയ്യുന്നത് ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ഒഴിക്കുന്നതാണ്. ഈ പച്ചവെള്ളം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കുന്നതിന് കൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പ്ലേറ്റിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടാവും. എത്രയോ പാത്രങ്ങൾ കഴുകിയ പ്ലേറ്റായിരിക്കും. ഈ മഞ്ഞപ്പിത്തം പിടിച്ച രോഗിയോ അല്ലെങ്കിൽ മറ്റുള്ള പകർച്ചവ്യാധികളുള്ള രോഗികളൊക്കെ ഇത് ഈ പാത്രത്തിൽ ഈ പുട്ടൊക്കെ ചില സമയത്ത് ഞാനെന്താ ചെയ്യാൻ വേഗം കയ്യിൽ വാങ്ങും, അല്ലെങ്കിൽ അതിൻ്റെ പൊടിച്ചിട്ട് അങ്ങ് തുടച്ചാവും. ആ പുട്ടിൻ്റെ പൊടിയോട് തുടയ്ക്കും. അങ്ങനത്തെ അവസ്ഥയുണ്ട്. അധികം ഞാൻ പറയത്തിലേക്ക് കറിയിലേക്ക് ഇട്ട് എന്നിരുന്നാലും നമ്മൾ ആ പാത്രത്തിലൊക്കെ വെള്ളം ഇതിലൂടെ പോരാ. അങ്ങനെ പിന്നെ മദ്യപാനികൾക്ക് പറയണ്ട, അവർ ഗ്ലാസ് കഴുകാറില്ല. ഒരു ഗ്ലാസ്സിൽ തന്നെ എല്ലാവരും കുടിക്കും, ഒരു കുപ്പി തന്നെ എല്ലാവരും വെള്ളം കുടിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാണ്. വീടുകളിലെ ടാങ്ക് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം കഴുകണമെന്നാണ്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴുകാൻ വേണ്ടി തയ്യാറാണ്. പിന്നെ പകർച്ചവ്യാധി പിടിവെട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ, മഞ്ഞപ്പിത്തം പിടിവെട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള വീടുകളിലെ ടാങ്കിലൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഇടണം. ശരിക്കും 3 മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും ബ്ലീച്ച് ചെയ്യണമെന്നാണ്. ബ്ലീച്ച് ചെയ്യാൻ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ വാങ്ങി കലക്കി അതിൻ്റെ തെളിയിലേക്ക് ഒഴിച്ചിട്ട് ബക്കറ്റ് കൊണ്ട് കുത്തിവെക്കണ പണിയുള്ള കിണറിൽ അത് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ നമ്മുടെ ശ്രദ്ധക്കുറവുകളെ കൊണ്ട് സംഭവിക്കുന്നുണ്ട്. പിന്നെ രക്തത്തിലൂടെ പരുന്നുണ്ട്, ഇഞ്ചക്ഷൻ എടുത്തതിക്കാണത്തെ പരുന്നുണ്ട്, മുറിയെ പറ്റി അതിലൂടെ വരുന്നതുണ്ട്. പിന്നെ പല രീതികളിൽ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരുപാട്